ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനൊരുടമായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വത്തെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ച് അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയും ഈ രണ്ടുപേരായി അവരെ അയക്കുകയും ചെയ്തുകൊണ്ടാണ് ശാസ്ത്രകളെ ബഹിഷ്കരിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും സത്വാർത്ഥ അറിയിക്കുവാനും ബന്ധിതർക്ക് മോചനം നൽകുവാനുമായി അയക്കുന്നു. അവർ വിവിധ സ്ഥലങ്ങളിൽ പോയി സന്തോഷത്തോടെ തിരികെ വന്ന് അവർ അങ്ങയോട് പറയുന്നു, പിശാചുക്കൾ ആകാശം നിവദിക്കുന്നത് ഞങ്ങൾ കണ്ടു. ആ സന്തോഷം അവർ പങ്കുവയ്ക്കുമ്പോൾ, കർത്താവെ, നീ ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ദൗത്യം വളരെ വലുതാണ്. ഈ ദൗത്യം മനസ്സിലാക്കി ജീവിച്ച പോൾ മിക്കിയുടെ തിരുനാൾ, അദ്ദേഹത്തോടൊപ്പം ക്രൂശിൽ തറയ്ക്കപ്പെട്ട 26 സഹോദരങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴി അങ്ങേ അനുഗമിക്കേണ്ടത് എങ്ങനെയാണ്. പോൾ മിക്കിയും സഹചരന്മാരും കുരിശിലേറിയ നാഗസാക്കി എന്ന സ്ഥലം ഇന്ന് വിശുദ്ധ മലയായിട്ട് അറിയപ്പെടുന്നു. ഞങ്ങൾ ഫിലിപ്പീൻസ് അല്ല, ജപ്പാൻകാരാണ്. ഘാതകരോട് പറഞ്ഞു, നിങ്ങളും അറിയണം കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ സത്യത്തെക്കുറിച്ച്, ഈ കുരിശിനോട് ഞങ്ങൾ ചേർത്ത് വെച്ച സ്നേഹത്തെക്കുറിച്ച്. നിങ്ങളും ക്രിസ്തു സ്നേഹത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുമ്പോൾ നിങ്ങൾക്കും ഈ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനാകുമെന്ന് പോൾ മിക്കിയും സഹചരന്മാരും പറഞ്ഞു. കർത്താവെ, അവരുടെ വിശ്വാസദാർഢ്യം ഇന്ന് ജപ്പാനിൽ ധാരാളം ക്രൈസ്തവരെ അങ്ങേക്ക് വേണ്ടി നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. ഇതാ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ വലുതാണെന്നറിയും. ആ സ്നേഹത്തിൽ ഞങ്ങളെന്ന് നിലനിൽക്കുവാൻ കൃപ നൽകണം. വിശ്വാസമില്ലാതെ ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് വിശ്വാസരഹിതമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങിൽ നിന്ന് അകന്നുപോയവർ, കുടുംബത്തിൽ അസ്വസ്ഥയും തകർച്ചയ്ക്കും കാരണമാക്കുന്നവരാണ്. ഇവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഈ ദിവസം സമർപ്പിച്ചുകൊണ്ടാണ് ഞാനും പ്രാർത്ഥിക്കുന്നു. എന്നെയും ഒരു സാക്ഷിയാക്കി മാറ്റണമേ. അങ്ങയുടെ കൃപകളാൽ നിറഞ്ഞ് ജീവിക്കുവാൻ തക്കവിധം പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച ഈ സത്യം അങ്ങയുടെ കൃപയാൽ നിറഞ്ഞ് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ. പ്രഭാതത്തിൽ നേട്ടങ്ങി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.